252 കോടി രൂപയുടെ ലഹരി കേസിൽ നടൻ സിദ്ധാന്ത് കപൂർ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. മുംബൈയിലെ ഹഡ്കോപ്പറിലെ ആന്റി നർക്കോട്ടിക് ബ്യൂറോ ഓഫീസിലാണ് സിദ്ധാന്ത് ഹാജരായത്. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, നടനെതിരായിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ്? അതിന്മേലുള്ള ചോദ്യം ചെയ്യലാണോ നടക്കാൻ പോകുന്നത്? പ്രതീക്ഷ 2024 മാർച്ചിലാണ് മുംബൈയിലെ സാംഗ്ലിയിൽ ഒരു ഫാം ഹൗസ് കേന്ദ്രീകരിച്ച് നടന്ന റെയ്ഡിൽ 126 കിലോ മയക്കുമരുന്ന് കണ്ടെത്തിയത്. പ്രധാനമായിട്ടും മെഫിഡ്രോൺ കണ്ടെത്തിയത്. അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 252 കോടി രൂപ വിലമതിക്കും. ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് സലീം ഷെയ്ഖ് എന്ന് പറയുന്ന ഒരാളെ ദുബായിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി ഇയാളെ ആന്റി നാർക്കോട്ടിക് ബ്യൂറോ മുംബൈയിൽ വെച്ച് കക്കോപ്പറിൽ വെച്ച് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ഈ ചോദ്യം ചെയ്യലിനിടയിലാണ് തന്റെ പാർട്ടികൾക്ക് സ്ഥിരമായി ഈ പറയുന്ന സിദ്ധാന്ത് കപൂർ എത്താറുണ്ടായിരുന്നുവെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നും മൊഴി ആന്റി നാർക്കോട്ടിക് ബ്യൂറോയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടൻ സിദ്ധാന്ത് കപൂറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്നാണ് സമൻസ് നൽകിയത്. അല്പസമയം മുൻപാണ് കക്കോപ്പറിലെ ANC ഓഫീസിലേക്ക് നടൻ എത്തിയതും ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുംബൈ കേന്ദ്രീകരിച്ചുള്ള മറ്റ് ഇൻഫ്ലുവൻസർമാരെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും പോലീസും അതുപോലെ ANC ആന്റി നാർക്കോട്ടിക് ബ്യൂറോയും ഈ സമൻസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അവരെയും ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ മുഖ്യപ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സിനിമാ താരങ്ങളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ശ്രീ അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.